ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയ കൂട്ടുകാർക്കെല്ലാം സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ സീനയുടെ ഫാമിലി മെമ്പേഴ്സിനെ നാം പരിചയപ്പെട്ടല്ലോ. ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന സീന വഴിയിൽ കാണുന്ന ഒരാളുമായി നടത്തുന്ന സംഭാഷണം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പാഠഭാഗത്തിൽ നാം ഒരു വാർത്താലാപ് അതാണ് പരിചയം. സംഭാഷണം, ഒരാളുമായുള്ള സംഭാഷണം. നമുക്കറിയാം, ആദ്യമായി നാം ഒരാളെ കാണുമ്പോൾ അവരുടെ പേര്, അവരുടെ വീട് എവിടെയാണ്, അത്തരം കാര്യങ്ങൾ നമ്മൾ അവരോട് ചോദിക്കും. അങ്ങനെയുള്ള സംഭാഷണങ്ങൾ എങ്ങനെയാണ് ഹിന്ദിയിൽ എങ്ങനെയാണ് അത്തരം ചോദ്യങ്ങൾ നമ്മൾ അവരോട് സംഭാഷണം നടത്തുക എന്നതിനെ കുറിച്ചാണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സീന സ്കൂൾ കെ രാസ്തേ മേ, സീന സ്കൂളിലേക്കുള്ള വഴിയിൽ, രാസ്ത വഴി. സ്കൂളിലേക്ക് പോകുന്ന സീന മറ്റൊരു കുട്ടിയെ കാണുന്നു. അപ്പോൾ ആ കുട്ടി സീനയോട് ചോദിക്കുന്നു, ക്യാ നാം ഹേ, പേരെന്താകുന്നു? നമ്മളൊരാളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കൂലേ പേരെന്താണ്? അത് എങ്ങനെയാണ് ഹിന്ദിയിൽ ചോദിക്കുക? ക്യാ നാം ഹേ, പേരെന്താകുന്നു? സീന പറയും, സീന, ഞാൻ സീനയാകുന്നു. ഔർ തും, നിങ്ങളോ? നമ്മുടെ ഒരാൾ പേര് ചോദിക്കുന്നു, തിരിച്ചു ചോദിക്കൂല എൻ്റെ പേര് ഇത്, നിങ്ങളുടെ പേരോ? അതുപോലെ സീന പറയും, സീന, ഔർ തും, നിങ്ങളോ? അപ്പോൾ ആ കുട്ടി പറയും, മേം അനു, ഞാൻ അനു ആണ്. കഹാം രേത്തി ഹോ, എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ സീനയോട് ആ കുട്ടി ചോദിക്കും, എൻ്റെ പേര് അനു, ഞാൻ അനു ആണ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? നിങ്ങളുടെ വീട് എവിടെയാണ് എന്ന് ചോദിക്കും. കഹാം എവിടെ താമസിക്കുന്ന, വീട് എവിടെയാണെന്നാണ് ഉദ്ദേശം. അപ്പോൾ അനു പറയും, സീന പറയും, അസ്പത്താൽ കെ പാസ്, ആശുപത്രിയുടെ അടുത്ത്. അസ്പത്താൽ, ഹോസ്പിറ്റൽ. സീന പറയും ആശുപത്രിയുടെ അടുത്താണ് എന്ന്. അപ്പോൾ സീന ചോദിക്കുകയാണ്, ക്യാ തും പാഞ്ചവി കക്ഷാ മേ ഹോ, നിങ്ങൾ 5ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? അപ്പോൾ സീന 5ാം ക്ലാസ്സിലാണ്. അപ്പോൾ സീന ചോദിക്കുകയാണ് ആ കുട്ടിയോട്, നിങ്ങൾ 5ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? 5 പാഞ്ചവീം കക്ഷ, 5ാം ക്ലാസ്. കക്ഷ ക്ലാസ്, പാഞ്ചവീം കക്ഷ 5ാം ക്ലാസ്. നിങ്ങൾ 5ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? അപ്പോൾ കുട്ടി പറയും, അനു പറയും, ഹാ, അതെ. അപ്പോൾ ഇങ്ങനെയാണ് വാർത്താലാപ്. നമ്മളൊരാളെ കാണുമ്പോൾ പേരെന്താണ്, വീട് എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ മനസ്സിലാക്കിയത്. ക്യാ നാം ഹേ, അപ്പോൾ ക്യാ നാം ഹേ എന്നുള്ളത് നാം ക്യാ ഹേ എന്നും ചോദിക്കാം. അതുപോലെ നമുക്ക് ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ അപ്പോൾ ആ കുട്ടി അങ്ങനെയൊക്കെ പറയും, വീട് എന്ന സ്ഥലം നമുക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ട് നമുക്ക് ചോദിക്കാം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. ഗർമേ കോൻ കോൻ ഹേ, വീട്ടിൽ ആരെല്ലാം ഉണ്ട് ഒക്കെ നമുക്ക് അത് കൂടുതൽ നമ്മൾ പഠിച്ച വാക്കുകൾ ചേർത്ത് നമ്മൾ കോൺവെർസേഷൻ രൂപത്തിൽ നമ്മളിങ്ങനെ ചോദിക്കുക. അത് പരസ്പരം നിങ്ങളിനി കൂട്ടുകാരൊക്കെ കാണുന്ന സമയത്ത് ഹിന്ദിയിലൊക്കെ ഇങ്ങനെ ചോദിച്ച് ഈ സംഭാഷണ രീതിയെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കും. ഇനി ഈ പാഠഭാഗത്തിലെ ഒരു ആക്ടിവിറ്റിയെ നമുക്ക് പരിചയപ്പെടാം. സീനയ്ക്ക് പ്രൊഫൈൽ, സീനയുടെ പ്രൊഫൈൽ. ഒരാളുടെ പ്രൊഫൈൽ എഴുതുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഈ തന്നിരിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കാം, സീനയുടെ പ്രൊഫൈലാണ്. അതുകൊണ്ട് നാം എന്ന് പറഞ്ഞാൽ പേര് സീന കെ, പേര് സീന. ആ പ്രൊഫൈൽ ആരുടെ പ്രൊഫൈലാണ് തയ്യാറാക്കുന്നത്? അപ്പോൾ അവരുടെ പേര് ആദ്യം എഴുതും. പിന്നെ കക്ഷ, ക്ലാസ്. 5 അടുത്ത് സ്കൂൾ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? GUP സ്കൂൾ, വടകരയിലുള്ള GUP സ്കൂൾ. ആയു വയസ്സ്, അതെങ്ങനെയാണ്? 11, 11. നമ്മൾ ആദ്യത്തിൽ പഠിച്ചു 11 വയസ്സിൽ പെൺകുട്ടിയാണ് സീന എന്നും അവൾ സ്കൂളിലേക്ക് പോകുന്ന ആദ്യം അവൾ അമ്മയെക്കുറിച്ച് പാട്ട് പാടി ആ കഥയിൽ നമ്മൾ പഠിച്ചു 11. അപ്പോൾ നമ്മളുടെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യം നമ്മുടെ പേര്, നമ്മളുടെ ക്ലാസ്, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, നമ്മുടെ വയസ്സ് എത്ര. അപ്പോൾ നമ്മുടെ വയസ്സ് എഴുതുന്നതിന് നമുക്ക് സീനയുടെ വയസ്സ് 11, അപ്പോൾ എല്ലാവരുടെ വയസ്സും 11 ആവില്ലല്ലോ. അപ്പോൾ നമ്മുടെ വയസ്സ് മനസ്സിലാക്കാൻ 1 മുതൽ 10 വരെയുള്ള എണ്ണങ്ങൾ നമുക്ക് പഠിക്കാം. 1
1, ദ 2, തീൻ 3, ചാർ 4, പാഞ്ച് 5, ഛ 6, സാത്ത് 7, ആഠ് 8, നൗ 9, 10 10. ഈ പാഠഭാഗത്തിലെ പുതിയ പദങ്ങളെ പരിചയപ്പെടാം. നാം പേര്, തും നിങ്ങൾ, പാസ് അടുത്ത്. അസ്പതാൽ ആശുപത്രി, കക്ഷ ക്ലാസ്, രഹന താമസിക്കുക.